ഹലോ മനീഷ. ഹലോ, ധാരാപ്പ വന്ന് അല്ല കൊറേ ആയല്ലോ എക്സൈലിലേക്കൊക്കെ വരുന്നു പറഞ്ഞു നിൽക്കുന്നത്. സത്യം ഇപ്പോഴാണ് സമയം കിട്ടിയത്. എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ വിജയാന്ന് പറഞ്ഞ പോലെ. അതെ, അതെന്താ വെച്ചാൽ ഞാൻ കുറച്ച് ജോലി തിരക്ക്, കുറച്ച് വീട്ടിലെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു. നീ റീസെന്റ് ആയിട്ട് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പം അവരെന്തായാലും എക്സസൈസ് ചെയ്യണം എന്ന് നിവർത്തിയില്ല. ഇവിടെ അപ്പോഴാണ് വഴി തേടി വന്നത്. അല്ല, ഇപ്പൊ എല്ലാരും ഇപ്പം ആശാമാമിന്റെ കഥ മാത്രമല്ല, പൊതുവെ എല്ലാ ലേഡീസിനെയും പ്രശ്നം ഇതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിന് ആക്റ്റീവ് ആവണം എന്നുള്ള ഡിസിഷൻ എടുക്കണത് നമ്മളാണ്. അപ്പം ആ ഡിസിഷൻ എടുക്കാനാണ് പ്രധാനം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇപ്പൊ എല്ലാവരും പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ടൈം കിട്ടുന്നില്ല. നമ്മൾ ജോബ്, ഫംഗ്ഷന്, ഫാമിലി എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും 24 hours അല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഫിറ്റ്നസിന് പ്രയോറിറ്റി കൊടുത്താൽ നമുക്ക് ഈ ടൈമിന്റെ ഇഷ്യൂ അവിടെ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും വന്നതിൽ ഇപ്പൊ നമുക്ക് ഇന്നെ സ്റ്റാർട്ട് ചെയ്യല്ലോ. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ആണോ ഒരു ഏരിയ ഇവിടെ ആയിരിക്കും നമ്മൾ മെയിൻ വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ. അതെ മനീഷ, എനിക്ക് എന്റെ വയറ് കുറയ്ക്കണം. എന്റെ വയറൊരു വലിയ പ്രശ്നമാണ്. ആംസും അതെ. അതിനിപ്പോ എന്താ ചെയ്യാ? പെട്ടെന്ന് ഒരു പൊതുവേ എല്ലാരെയും ഒരു പ്രശ്നമാണ് സ്പോട്ട് റിഡക്ഷൻ. ഇപ്പം ആര് വരികയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ വയറ് കുറയ്ക്കണം, എന്റെ കൈ കുറയ്ക്കണം, എനിക്ക് ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇതെന്നാണ്. അപ്പം എല്ലാം ഈ ഒരു തോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ്നസിനാണ് കൊടുക്കേണ്ടത്. ഫിറ്റ്നസിന് കൊടുക്കാൻ നമ്മൾ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക, സ്റ്റാമിന ബിൽഡ് ചെയ്യുക, അതിന് പ്രയോറിറ്റി കൊടുക്കാം. ബാക്കി വരുന്ന വെയിറ്റ് ലോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആക്കിയിട്ട് വെക്കാം. അതാവുമ്പോൾ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ആയിരിക്കും. മറ്റേ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ വെയിറ്റ് കുറഞ്ഞില്ല, അതായില്ല വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റ് ആയിരിക്കും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. അതായത് വെയിറ്റ് ലോസ് അല്ല നമ്മുടെ പ്രോഗ്രസിന്റെ അളവ് വെയിറ്റ് ലോസേ നമ്മൾ വെയിങ് സ്കെയിലിൽ കാണുന്ന നമ്പേഴ്സേ അല്ല. അല്ലാണ്ട് നമുക്ക് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പൊ നമുക്ക് ചിലപ്പോൾ സ്ട്രെങ്ത് ബിൽഡ് ആവും. മറ്റേ നമ്മളിപ്പോ മോർണിംഗ് എണീച്ച് കുറച്ച് പണി ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആയി പോകാറുണ്ട്. അപ്പം അത് നമ്മൾ സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യും. അതായിരിക്കണം നമ്മളെ പ്രയോറിറ്റി. അപ്പൊ നമുക്ക് കുറച്ച് വർക്ക്ഔട്ട് ചെയ്താലോ? ചെയ്യാം. വാമപ്പ് ചെയ്തല്ലേ, നമുക്കൊന്ന് ബൈസെപ്സ് ഒന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അയ്യോ, ഈ വെയിറ്റ്സ് ഒക്കെ എടുത്താൽ മസിൽ വരുമോ മനീഷോ? അതൊരു പേടിയുണ്ട് കേട്ടോ. നമ്മള് ജെൻസിന്റെ പോലെ മസിൽ ബിൽഡ് വരുമോ? വേണ്ട, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഹെഡ് കോച്ച് ഉണ്ട്, ഓരോരുത്തരും ചോദിച്ചു നോക്കാം. ഹലോ. അല്ല, ഇപ്പം ഈ ലേഡീസേ ഒരുപാട് ഈ ഡംബിൾസ് ഒക്കെ തൂക്കുമ്പം എടുക്കുമ്പം മസിൽ വരില്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും മസിലുണ്ട്, പക്ഷെ മസിൽ വേണം തന്നെ. പക്ഷെ മസിൽ പറയുമ്പോൾ തെറ്റായ ധാരണ ഉണ്ട് ലേഡീസിന് പൊതുവെ. നമുക്ക് ഇതിൽ വന്ന് ജിമ്മിലോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എടുത്താലോ നമുക്ക് മസിൽ വരാം. ഇപ്പം നിങ്ങൾ ചോദിച്ചു തന്നെ അത് മാർക്കറ്റിലുള്ള പൊതുവായുള്ളൊരു തെറ്റായ ധാരണ. കാരണം നമുക്ക് എല്ലാവർക്കും ആക്റ്റീവ് ആവാനും കോൺഫിഡൻറ്റിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ആക്ടിവിറ്റിക്കും നമ്മളെ എല്ലാ ലൈഫിൻ്റെ കാര്യത്തിനും നമുക്ക് മസിൽ വേണം. പക്ഷെ ലേഡീസിൻ്റെ പൊതുവെ വിസിബിൾ ആവില്ല എന്നുള്ളത്. കാരണം ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. അങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ആണുങ്ങൾക്ക് നമ്മളുടെ ഫാറ്റ് പെർസെൻറ്റേജ് കുറയും, നമ്മളെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുതലാണ്. ലേഡീസിന് അതല്ല ഉള്ളത്. അപ്പോൾ ഇതാണ് മേജർലിയുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങളിവിടെ എത്ര കളിച്ചു കഴിഞ്ഞാലും ആണുങ്ങളെ പോലെ ഒരിക്കലും ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടുത്തെ ആശയപരമായിട്ട് നമ്മളതിനെ ഫങ്ഷണൽ ഫിറ്റ്നസ് എന്നാണ്. പൊതുവെ നമുക്ക് എല്ലാവർക്കും ആദ്യം കൺഫ്യൂഷനാണ്. മാർക്കറ്റിലൊന്നും കേൾക്കാത്തൊരു പേര് കേൾക്കും, പക്ഷെ എന്താണെന്ന് ആശയം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളിതിന് മെയിൻലി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഡേ ടു ഡേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, ഡെയിലി ആക്ടിവിറ്റി സ്മൂത്ത് ആക്കുക. ഇതാണ് നമ്മളെ ഫങ്ഷണൽ ഫിറ്റ്നസ് കൊണ്ട് മെയിൻ ആശയം. ഇപ്പോൾ നമ്മളവിടത്തൊക്കെ ഈ ഒരുപാട് ഏജ് പീപ്പിൾ ഇപ്പോൾ നമുക്കുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ ഏജ് പീപ്പിളിനെ കൊണ്ട് മാത്രം ഏജ് പീപ്പിളിനെ വർക്കൗട്ട് ചെയ്യേണ്ടതാക്കണ്ടെന്നുള്ളൊരു ഒരു മിഥ്യ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഇപ്പം നമ്മളവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ്. അതിൻ്റെ റീസൺ എന്താ? നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാ മൂവ്മെൻറ്റ്സും എന്ത് ചെയ്യണം? സ്മൂത്ത് ആവണം. ഏജ് ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ഏജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഓരോ ലിമിറ്റേഷൻ എനിക്ക് ഹ്യൂമൻ ബോഡിക്ക് വരും. കാരണം ഒന്നൊക്കെ നീ ഇഷ്യൂസോ, ആംഗിളോ, ഷോൾഡേഴ്സോ, ലോവർ ബാക്കോ, നെക്കോ, അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മെഡിസിൻ കഴിച്ച് ബാക്കോട്ട് അത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ലിമിറ്റേഷൻസ് വീണ്ടും കൂട്ടാൻ സഹായിക്കുള്ളൂ, നമ്മൾ കുറക്കില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ലിമിറ്റേഷനിലധികം ബുദ്ധിമുട്ട് വരാതെ രീതിയിൽ നമ്മൾ ആക്റ്റീവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ നീ പെയിൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നീ പെയിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതും ബാക്കിയും കുറേ മസിൽസ് ഉണ്ടല്ലോ, അതിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഫങ്ഷണൽ ഫിറ്റ്നസ് വളരെ സ്യൂട്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഫിറ്റ്നസ് നേടണം, നമ്മളെ ലൈഫ് സ്മൂത്ത് ആക്കണം. നമ്മളെ ലൈഫിൽ ഫോർ എക്സാമ്പിൾ ലേഡീസിന് എന്തൊക്കെ പണികളുണ്ടാവും വീടുകളിൽ, ഓഫീസിൽ അവിടെ കിട്ടാം. ഇപ്പം ഒരു വീട്ടിൽ പെട്ടെന്ന് ഗ്യാസ് തീരും,
ആരെയും കാത്തിക്കാൻ പറ്റും, ആരെയും വിളിക്കാൻ പറ്റും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്യിച്ചിട്ടോ എടുക്കണം. ഒന്നും ചെയ്യാത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മസിലിന് എന്തെങ്കിലും ബ്രേക്ക് വരും, വീക്ക്നെസ് അവിടെ എവിടെയെങ്കിലും കൊളുത്തി പിടുത്തം വരും, ക്രാമ്പിങ് വരും. ഈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെങ്തനും വേണം, മൂവ്മെന്റ്സ് വേണം, മൊബിലിറ്റി വേണം. അപ്പോൾ ഇതിനൊക്കെ ഫങ്ഷണൽ ഫിറ്റ്നസ് വളരെ സുഖം. മറ്റേ നിങ്ങൾ ജിമ്മുകളിൽ അധിക്ഷേപിക്കല്, ജിമ്മുകളിൽ പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്ട്രെങ്തനോ മസിലോ അല്ലെങ്കിൽ ഒരു ഐസോലേറ്റഡ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക, ആ മസിൽ മാത്രമാണ് കിട്ടുക. ബാക്കിയുള്ള മൂവ്മെന്റ്സോ നമ്മൾ ഇതിലുള്ള നമ്മൾ അതിനെന്താ പറയുക, മിമിക്ക് പറയാം. ഇപ്പോൾ നിങ്ങളിവിടെ ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഞാനൊരു മാഡത്തിന് ഒരു എക്സസൈസ് കാണിച്ചത്, ഒരു സാധനം എടുക്കുന്നു വെക്കുന്നത് പറഞ്ഞിട്ട്, ഇത് നമുക്കിതൊരു എക്സസൈസാണ്. നമ്മളിതിന് ലോവർ ചോപ്പ് എന്ന് പറഞ്ഞത്, ഒരു സാധനം ഇവിടുന്ന് എടുക്കുന്നു, ഒരു സാധനം വെക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞൊരു ഇവിടുന്ന് എടുത്തിട്ട് ഒന്ന് ട്രാൻസ്വേഴ്സ്, ഇതൊരു മൂവ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഇത് നമുക്ക് പലപ്പോഴും ആവശ്യമുണ്ട്. ഒരു കിച്ചണിൽ ഗ്യാസ് ഒന്നും എടുത്തൊരു സാധനം വെക്കാൻ, ഡോറ് തുറക്കാൻ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫങ്ഷണൽ ഫിറ്റ്നസ്. അപ്പോൾ നമുക്കൊരു മിമിക്ക, അതാണ് സിമ്പിൾ. വേറൊരു കാര്യം ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലൊരു സ്ത്രീകൾക്ക് എല്ലാവർക്കും ജിമ്മിൽ വരാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ ഒരു 15 മിനിറ്റ് അവർക്ക് ഒരു വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അവർ? ഒരു ഓൾ ബോഡി ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആണ് ഇതിൽ ഏറ്റവും ഉത്തമം. അത് വിചാരിച്ച് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലോ പുതിയ വർക്കൗട്ടൊന്നും എന്താ പറയുക ഇതിലേക്ക് എത്തുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്നും പെട്ടെന്ന് പോയിട്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ലോ ഇമ്പാക്റ്റ് കൂടെ വെരി ചെറിയ രീതിയിൽ പ്രോഗ്രഷൻ ആക്കി കൊണ്ടുപോകാം. പ്രോഗ്രഷൻ റേറ്റ് ഒക്കെ എപ്പോഴും ഒരു 5% വെച്ചിട്ട്, അതിന് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 6 വീക്കാണ് നമ്മളെ സയൻസിൽ നമ്മൾ. അപ്പോൾ ഒരു 6 വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ ഗ്രാജുവലി അപ്പ് ചെയ്തുകൊണ്ട് വളരെ മെല്ലെ തുടങ്ങുക, കൺസിസ്റ്റന്റ് ആവും. വലിയൊരു വേർഡാണ് ഇതിൻ്റെ അകത്തുള്ള ഞാൻ പറയുന്ന ഒരു കീ ആണ് കൺസിസ്റ്റൻസി. ഇപ്പൊ നിങ്ങൾ ലോ ഇമ്പാക്റ്റിൽ തുടങ്ങുക, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുക, ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ കൺസിസ്റ്റന്റ് ഓട്ടോമാറ്റിക് ആകും. ഇതൊക്കെ നമ്മളെ ഹ്യൂമൻ ബോഡിന്റെ മൈൻഡിലാണ് ഇതിൽ കൂടുതലും. നമ്മളിപ്പോ സൈക്കോളജി ഈസിയായി. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയാൽ ഈ ആളുകൾ അതിൽ കുറച്ച് എന്ത് ചെയ്യണം, മൈൻഡ് കൊണ്ട് ഗെയിം കളിക്കാം. നമ്മൾ ഫ്രം ബോട്ടം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുക, ഫിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ മാമിൻ്റെ താങ്ക് യു വെരി മച്ച്. ഇവിടെ നമ്മൾ ആശാ മാമിൻ്റെ വർക്ക് പ്ലേസിലാണ് വന്നിട്ടുള്ളത്, DSK അക്കാഡമി. അപ്പം ആശാ മാം ഒരു സൈക്കോളജിസ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാമിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പം ഫിസിക്കൽ ഹെൽത്തിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഇപ്പൊ മാം മെന്റൽ ഹെൽത്തിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പം അതിനെ കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ സംസാരിക്കാം. അതുതമ്മിലുള്ള കണക്ഷൻ എന്താണ് ഒന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, വ്യക്തികൾക്ക് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. പിന്നെ കപ്പിൾ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ മാരേജിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ അതുകൂടാതെ ഫാമിലി തെറപ്പി എന്ന് പറയും. ഫാമിലി തെറപ്പി എന്ന് പറയുന്നത് ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഇത് കൂടാതെ കുട്ടികൾ, ടീനേജേഴ്സ് ആൻഡ് യങ് അഡൽസ് എന്ന് പറയുമ്പോൾ 10-30 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു കൗൺസിലിംഗ് ആണ് ചെയ്യാറ് മെയിനായിട്ട്. അപ്പം ഇവിടെ ബേസിക്കലി ഇപ്പം കൂടുതലായിട്ട് ആവശ്യം വരുന്നത് കുട്ടികൾക്കാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ടീനേജേഴ്സിനാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ കണ്ടുവരാറ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ടീനേജേഴ്സ് വരാറുണ്ട്, ബാക്കിയുള്ള കേസസും വരാറുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് കുട്ടികളായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സ്കൂൾസിലും ക്ലാസ്സസ് എടുക്കാറുണ്ട്, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ക്ലാസ്സസ് എടുക്കാറുണ്ട്. ഇപ്പോൾ അവരുടെ ഇതിൽ തന്നെ എന്താ പറയാ, സിലബസിൽ തന്നെ മെന്റൽ ഹെൽത്ത്, അഡോൾസന്റ് മെന്റൽ ഹെൽത്ത് പ്രത്യേക ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞപ്പം മെയിൻലി ടീനേജേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നോർമലി ഇവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പം എന്ത് ടൈപ്പ് പ്രശ്നങ്ങളാണ് കാണുന്നത്? കൂടുതലായിട്ടും ഈ ടീനേജേഴ്സിന്റെ ഉള്ളിൽ മൊബൈൽ അഡിക്ഷൻ ഒരു പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊന്ന്. പിന്നെ കൂടുതലുമായിട്ട് റിലേഷൻഷിപ്സ്, അത് നമുക്ക് അറിയാത്തൊരു ഇതാണെങ്കിൽ പലരും പേരൻസ് മക്കളെ കൂട്ടിയിട്ട് വരുന്നത് പഠിക്കുന്നില്ല എന്ന് പറയാനാണ്. പക്ഷെ അവരുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഈ റിലേഷൻഷിപ്സ് ഉണ്ടാവും, റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ഷെയർ ചെയ്യുക. അതിപ്പോ വളരെ ചെറിയ കുട്ടികൾക്കും അതുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് അവർക്ക് ഒരുതരം ലോൺലിനെസ് ഉണ്ട് ഇപ്പോഴത്തെ ടീനേജേഴ്സിന്. അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സേഫ് പ്ലേസ് ഇല്ല. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ അവെയർ ആണ് തെറപ്പീനെ കുറിച്ചും. ഇതൊക്കെ പഴയ ഒരു സ്റ്റിഗ്മ ഉണ്ടായിരുന്നല്ലോ, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും മാനസിക രോഗം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അവെയർ ആണ് ഇതിനെ കുറിച്ച്. അങ്ങനെ അവെയർ ആയതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വരുമ്പം അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം അവരുടെ പ്രശ്നം എന്താണ്, അതിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സ്കിൽസ് ആണ്. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പഠിപ്പായിരിക്കാം, ജോലി ആയിരിക്കാം. നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സൊല്യൂഷനും നിങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് പറഞ്ഞുതരും. ഇപ്പൊ നമുക്കൊരു മെന്റൽ ഹെൽത്ത്
നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതിന് മെയിൻ ആയിട്ട് നമ്മൾ വേണ്ടത് ഫസ്റ്റ് തിങ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ വിമൻ എസ്പെഷ്യലി ഞാൻ പറയാനുള്ളത് കുട്ടികളോട് നമ്മൾ പറയണത് എന്താ വെച്ചാൽ മൊബൈൽ അഡിക്ഷൻ അതൊരു വേറെ രീതിയിലുള്ള ഒരു ഇതാണ്. സ്ത്രീകൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത് ഒന്ന് നോ പറയാൻ പഠിക്കുക എന്നതാണ്. നോ പറയാൻ പലർക്കും മടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളത് ഒന്ന്. നമ്പർ 2 എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ നമ്മളുടെ സേഫ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരാളെ കടത്തി വിടുമ്പം ആ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു. ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഇവരോട് പറയാം എന്നുള്ള രീതിയിലുള്ള ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തത് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ ഹെൽത്ത്, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് പോലെ മെന്റൽ ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇതും ഇമ്പോർട്ടന്റ്. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഭയങ്കര കണക്റ്റഡ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടും. ഒന്നുണ്ടായിട്ട് മറ്റേതില്ലെങ്കിൽ പ്രയോജനം ഇല്ലാണ്ടായിപ്പം. അപ്പൊ അതുപോലെ പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതെ അതെ, അത് കണ്ടെത്തുക എന്നുള്ളത്. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും ജോലി, കുടുംബം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും സ്ത്രീകൾ. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അപ്പം നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഇപ്പൊ നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഇപ്പൊ നമ്മള് ആശാമായിട്ട് സംസാരിച്ചത്. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും വളരെ കണക്റ്റഡ് ആണ്. മെന്റലി ഹെൽത്തി ആവണമെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ആവണം. ആ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ എന്താ പറയാ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇപ്പൊ നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. കുട്ടികൾക്കായാലും നമ്മൾ അതിനുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുക്കണം. അതൊരു എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ മതി. അതെ, കറക്റ്റ്. അതാണ് മെയിൻ തിങ്. അതൊരു എന്താ പറയുക, ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകാം. നമ്മൾ എങ്ങനെ പല്ല് തേക്കുന്നോ, മുഖം കഴുകുന്നോ, കുളിക്കുന്നോ, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം.